നമസ്കാരം. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ രഹസ്യ പട്ടിക കണ്ടതിന്റെ ഞെട്ടലിലാണ് VD സതീശൻ. പ്രതിപക്ഷ നേതാവാകാൻ VD സതീശന് വേണം, എന്നാൽ മുഖ്യമന്ത്രിയാകാൻ VD സതീശൻ വേണ്ട എന്ന് എന്തുകൊണ്ടാകും ജയിച്ചു വന്ന പല MLA മാരും ഭൂരിഭാഗം MLA മാരും നിലപാട് സ്വീകരിച്ചതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാൻ കേട്ടോ. അതിനു മുമ്പ് ചിലതൊക്കെ പറയാതെ വയ്യ. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ രഹസ്യ പട്ടിക ഇന്നലെ ചോർന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ പട്ടികയിലെ പേരുകൾ നമുക്ക് നോക്കാം. സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, സണ്ണി ജോസഫ്, ഉഷ വിജയൻ, IC ബാലകൃഷ്ണൻ, സിദ്ദിഖ്, ഇത്തരം ആളുകളുടെ അവരുടെ താല്പര്യം അടങ്ങി അല്ലെങ്കിൽ അവർ പറഞ്ഞ പേരുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റേതാണ്. അദ്ദേഹം പോലും പറയുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രി ആകണ്ട എന്ന് പറയുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ മതി എന്നാണ് സണ്ണി ജോസഫ് പോലും പറയുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല IC ബാലകൃഷ്ണൻ ആകട്ടെ KC വേണുഗോപാലും മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ KC കൊടുത്തില്ലെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്താൽ മതി, എന്നാൽ VD സതീശന് കൊടുക്കണ്ട എന്ന നിലപാടാണ് IC ബാലകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ളത്. പുറത്തു വന്നിട്ടുള്ള ആദ്യത്തെ കുറച്ച് ലിസ്റ്റുകൾ തന്നെ പരിശോധിക്കുമ്പോൾ VD സതീശന്റെ പേരേ ഇല്ല. പിന്നെ ബാക്കി പറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും എന്തുകൊണ്ടാകും ഇവരെല്ലാവരും KPCC പ്രസിഡന്റ് പോലും VD സതീശനെ വേണ്ട എന്ന് പറയുന്നതെന്ന് ആലോചിച്ചാൽ, അതായത് 2016 നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു, അല്ലെ? രമേശ് ചെന്നിത്തല LDF സർക്കാരിനെ താഴെ ഇറക്കാൻ അറഞ്ചും പുറഞ്ചും ഒക്കെ നുണ പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും ഏറ്റില്ല. ജനങ്ങൾ രമേശ് ചെന്നിത്തലയുടെ നുണകളൊക്കെ തള്ളി. മാത്രവുമല്ല, രമേശ് ചെന്നിത്തല ഇത്തിരി മാന്യനായിരുന്നു. അതായത് സഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഈ LDFനെ ഭരണപക്ഷത്തെ വിമർശിക്കുന്നതിനൊക്കെ കുറച്ച് മാന്യതയും പക്വതയും ഒക്കെ അദ്ദേഹം പുലർത്തിയിരുന്നു. ഈ പറയുന്ന എന്താ പറയാ, ഒരുമാതിരി ചട്ടമ്പിത്തരങ്ങളൊന്നും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. വളരെ മാന്യനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. നല്ലൊരു പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ LDFന് തുടർഭരണം കിട്ടുകയും UDF വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടിയും വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഇങ്ങനെ കുറച്ച് മുതിർന്ന നേതാക്കളൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല, നാക്കിനെല്ലില്ലാത്ത ഒരാളെ ഇറക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ പിടിക്കാൻ കഴിയുകയുള്ളൂ. വാ തുറന്ന നുണ മാത്രം പറയുന്ന ഒരാളെ കിട്ടണം. നുണ പറഞ്ഞാൽ പിടിക്കപ്പെട്ടാലും നാണമില്ലാത്ത ഒരാളെ കിട്ടണം. അങ്ങനെ ഒരാളെ ഇങ്ങനെ തപ്പി നടക്കുന്നതിനിടയിലാണ് VD സതീശൻ അവർ കയ്യിൽ കിട്ടുന്നത്. VD സതീശൻ അതിനെല്ലാം പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നുണയനായിരുന്നു. VD സതീശൻ അത് തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണല്ലോ. ഈ പറയുന്ന VD സതീശന്റെ നുണകൾ ഏറ്റതുകൊണ്ടാണല്ലോ ഇപ്പോൾ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. തന്നെ മുഖ്യമന്ത്രി ആക്കുമെന്നൊക്കെ വിചാരിച്ച VD സതീശൻ കൈവിട്ടങ്ങ് കളിച്ചു. പിണറായി വിജയനെതിരെ നിരന്തരം പല രീതിയിലുള്ള ആരോപണങ്ങൾ, വ്യക്തിഹത്യ, അങ്ങനെ അഴിഞ്ഞാടുകയായിരുന്നു. ഒരു കവലച്ചട്ടമ്പിയെ പോലെ അല്ലെങ്കിൽ ഒരു ചന്തച്ചട്ടമ്പിയെ പോലെ VD സതീശൻ അഴിഞ്ഞാടുകയായിരുന്നു. സതീശൻ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു സൈബർ വെട്ടുക്കിളിയെ പോലെ അഴിഞ്ഞാടാൻ തുടങ്ങിയപ്പോൾ UDFനകത്തുള്ള എല്ലാ വെട്ടുകിളികളും സതീശനെ ആഘോഷമാക്കി മാറ്റി. അപ്പൊ എന്താണ് സംഭവിച്ചത്? സതീശൻ പറഞ്ഞ നുണകൾ മുഴുവൻ എല്ലാവരും പ്രചരിപ്പിക്കാൻ തുടങ്ങി. സതീശൻ പറഞ്ഞ പല രീതിയിലുള്ള വ്യക്തിഹത്യകളും അതുപോലെ തന്നെ നുണകളും ഒക്കെ സത്യം എന്ന രീതിയിൽ മാധ്യമങ്ങളും അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ VD സതീശൻ ശരിക്കും നന്നായി തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയാതെ പോയ പലതും അദ്ദേഹം നടപ്പിലാക്കി എടുത്തു. അദ്ദേഹത്തിന്റെ നുണയടി കൊണ്ടും ഈ നാക്കിന് എല്ലില്ലായ്മ കൊണ്ടും ഒക്കെ. പക്ഷെ ഇനി അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അപകടമാകുമെന്ന് എന്തായാലും കോൺഗ്രസിനകത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാം. പ്രതിപക്ഷ നേതാവാകാനൊക്കെ ഈ ചട്ടമ്പി ഓക്കെയാണ്. പക്ഷെ മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മാസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അത് പല ഘട്ടത്തിൽ പോലും പ്രതിപക്ഷ നേതാവായിരിക്കെ മാധ്യമങ്ങളോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന VD സതീശനെയൊക്കെ ഈ KPCC നന്നായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ചട്ടമ്പിത്തരം പെട്ടെന്ന് അങ്ങ് നിന്നിട്ട് പണി കിട്ടുമെന്ന് പറയാം. അതുകൊണ്ട് പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു VD സതീശനെ. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് മാധ്യമങ്ങളൊക്കെ ചൊടിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാഴ്ചവെച്ചാൽ അത് പണിയാകും UDF എന്ന് നന്നായി തന്നെ UDFന് അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും മോശം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. VD സതീശൻ നടത്തിയതുപോലുള്ള ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച ഒരു പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായി തന്നെ കാണില്ല. സഭ നടക്കുമ്പോൾ സഭ ബഹിഷ്കരിക്കുക, ഈ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുന്ന എല്ലാ പദ്ധതികളും ബഹിഷ്കരിക്കുക, അങ്ങനെ ഒരു ബഹിഷ്കരണ പക്ഷമായിരുന്നു VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ വഴിയില്ല. അപ്പോ അങ്ങനെ ഒരു വ്യക്തി ഇനി ആ കസേരയിൽ പോയിരുന്നാൽ പണി കിട്ടുമെന്ന് നന്നായി അറിയാം. മാത്രവുമല്ല,
വി ഡി സതീശൻ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും, ആശമാർക്ക് 21,000 രൂപ ഞങ്ങൾ മിനിമം വേതനമായിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വി ഡി സതീശൻ അങ്ങോട്ട് കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പണിയാകും എന്ന് ഇവർക്ക് നന്നായി അറിയാം. അപ്പൊ ഇനി ഈ പറയുന്ന കവലെ കിടന്നും പറമ്പിൽ കിടന്നും ഒക്കെ അടി കൂടാൻ വി ഡി സതീശൻ ഭരിക്കാൻ കേസി മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്നാലും വി ഡി സതീശനോട് ചെയ്തത് കൊടും ചതിയായി തന്നെ പോയി. വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രി സീറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു സീറ്റും വേണ്ടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ പണി ഞാൻ ബാലിമ്പളത്തിൽ തരും എന്ന് തന്നെയുള്ള ഒരു താക്കീതായി തന്നെയാണ് അതിനെ കാണുന്നത്. മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകളൊക്കെ കേസിക്കൊപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ മാത്രമല്ല ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പോലും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ ആകരുതെന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പണി കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ വി ഡി സതീശനാണല്ലോ. അതായത് ഈ ലൈംഗിക ആരോപണമൊക്കെ വന്നപ്പോഴത്തേക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി പുറത്താക്കിയത് വി ഡി സതീശനാണ്. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെതിരെയൊക്കെ നിലപാട് സ്വീകരിച്ചതൊക്കെ വി ഡി സതീശനാണ്. അതുകൊണ്ട് വി ഡി സതീശന് വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുകയാണ്. വി ഡി സതീശന്റെ രാഷ്ട്രീയ ഭാവി അവരങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് തോമസേ അങ്ങ് രാജിവെച്ചോ, ഞാനൊന്ന് ഇനി പോയി ജയിച്ച് അവിടെ പോയി മുഖ്യമന്ത്രി ആയിരിക്കട്ടെ എന്ന നിലപാടൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തോമസിന്റെ അവസ്ഥ എന്താണല്ലേ. അങ്ങനെ അവിടെ മത്സരിക്കാനുള്ള പരിപാടിയാണ്. ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കെ സി എവിടെ മത്സരിച്ചാൽ അറിയാമല്ലോ, ലാഭം ബി ജെ പിക്കാണ്. അങ്ങനെ ഈ കെ സി വേണുഗോപാല് മുഖ്യമന്ത്രി കസേരയിൽ വന്നിരിക്കുമ്പോൾ സത്യത്തിൽ കെ സി വേണുഗോപാല് അർഹതപ്പെടാത്ത ഒരു സീറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരിക്കലും കെ സി ആ സീറ്റിന് അർഹനല്ല എന്നുള്ളതാണ്. തെരുവിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിനും ആർ സിക്കും വി ഡിക്കും ഒക്കെ വേണ്ടിയുള്ള പ്രവർത്തകരുടെ അടിയും ഇടിയും ഒക്കെയാണ്. ചില ആളുകളൊക്കെ പെട്രോൾ തലയിലെ കുഴിച്ചിട്ട് ഞാനിപ്പോ കത്തിക്കും, വേഗം വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതാണ് പറയുന്നത്. വി ഡി സതീശന് വേണ്ടി എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഓടിയിട്ട് ഒച്ചയെടുത്ത് വാദിക്കുകയാണ്. പക്ഷെ ഇതാണ് സുഹൃത്തുക്കളെ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയുമില്ല. വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കുകയില്ല. പ്രതിപക്ഷ നേതാവിന് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ആയിരിക്കാൻ അർഹനല്ല വി ഡി സതീശൻ എന്ന നിലപാടിലേക്ക് കെ പി സി സി എത്തി എന്നുള്ളതാണ്. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഈ പറയുന്ന നിലവിൽ ലെറ്ററുകൾ എത്തിക്കഴിയുമ്പോൾ, ആ നിരീക്ഷകരുടെ ആ ഒരു ലിസ്റ്റ് എത്തിക്കഴിയുമ്പോൾ അവസാനം എടുക്കാൻ പോകുന്ന പേര് അത് കെ സി വേണുഗോപാലിന്റെ പേര് തന്നെയാകും. നറുക്ക് വീഴാൻ പോകുന്നത് കെ സിക്ക് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കെ സി വേണുഗോപാലിന് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ രക്ഷയില്ല എന്ന് രാഹുലിന് തന്നെ അറിയാം. കോൺഗ്രസിന് തന്നെ രാജ്യത്ത് രക്ഷയില്ല, പിന്നെയാണോ ഈ പറയുന്ന കെ സിക്ക്? അതുകൊണ്ട് കെ സിക്ക് വേണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രി കസേര ഒരുക്കുന്ന പണിയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇനിയിപ്പോ ലിസ്റ്റ് മറിച്ചാണെങ്കിൽ പോലും നറുക്ക് വീഴാൻ പോകുന്നത് അത് കെ സി വേണുഗോപാലിന് തന്നെയാണ്. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നത് വി ഡി സതീശന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ്. വി ഡി സതീശൻ ഈ പാർട്ടി വിട്ട് പോകുമോ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുമോ എന്ന ഒരു ചെറിയ സംശയം പോലും പലർക്കുമുണ്ട്. ബി ജെ പിയിലേക്ക് വി ഡി സതീശൻ പോകുമോ എന്ന പല ആശങ്കയും പലരും പങ്കുവെക്കുന്നുണ്ട്. കാരണം വി ഡി സതീശൻ അത്തരത്തിൽ ഒരു ഒറ്റ ബുദ്ധിയാണ് എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. നോക്കൂ, ജനങ്ങളേറെ പ്രതീക്ഷയോടെ ജയിപ്പിച്ചു വിട്ട ആളുകളാണ്. 102 ആളുകളുണ്ട്. എന്നിട്ട് ഈ സമയം വരെ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തെരുവ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് എന്നുള്ളതാണ്. ഈ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച് കഴുതുകളാക്കി അഴിഞ്ഞാടുകയാണ്. അതായത് 102 സീറ്റിൽ ഞങ്ങൾ ദാ വന്നേ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ പുളകം കൊണ്ട ആളുകളൊക്കെ ഇപ്പൊ നമ്മളെ എല്ലാവരെയും സത്യത്തില് അയ്യേ എന്തോ നാടേ കാണിക്കണേ എന്നൊക്കെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. തുടക്കം തന്നെ യു ഡി എഫിന് പിഴച്ചിരിക്കുന്നു. ഇനി ഒടുക്കത്തെ കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിണറായി വിജയൻ അതാണ്, പിണറായി വിജയൻ ദുഷ്ടനാണ്, പിണറായി വിജയൻ മാൻഡ്രേക്കാണ് എന്ന് പറഞ്ഞു നടന്ന ആളുകളൊക്കെ ഇതിലും എത്രയോ ഭേദമായിരുന്നു ആ ഭരണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി.